ഇവ ഇങ്ങനെ തലയുയർത്തി നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയൊരു കാര്യം സാധിച്ചിട്ട് വരുന്ന പോലെ ഇല്ലേ? എടുത്ത് Hey guys, welcome back. I'm going to give you a brief description about this video. So if you guys are looking for anything informative, please skip. Like you won't be getting anything new from it. So വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, സമയം ഉണ്ടെങ്കിൽ മാത്രം കാണുക. Because this is a stupid vlog by Messi Midas. പിന്നെ എൻ്റെ കൂടെ ഈ ഗണ്ടയുണ്ട്. ഇത് കണ്ടല്ലേ, ഇത് കുടുംബത്തിന് ഉപയോഗമുള്ളവനാണ്. So അപ്പോൾ ഇത് stupid vlog series part 1. ഫോണിപ്പോ അതിലിരുന്നേനെ. അവ എവിടെ ആൻറ്റി? എനിക്ക് വേറെ വീടൊന്നും പറഞ്ഞില്ല. എടാ എന്റെ അവിടെ 6-8 കണ്ടെത്തി. ഞാനേ ഫോൺ എടുത്ത് എന്തിനെന്നറിയാം, ഇവനെ ഇന്ന് വിറ്റ് ഞാൻ ജീവിക്കും. ചുമ്മാ വാ നമുക്ക് നോക്കാം. അത് നോക്കാന്നല്ല, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നത് എന്തിനാണ്? സൂര്യൻ ബാക്ക് വഴി ഒതുക്കുന്ന കടലിനാണ് പറഞ്ഞത്. പറയണ എനിക്ക് ധൈര്യം കുറവാ സാറേ. എടാ ഇങ്ങോട്ട് എവിടെ പോണേ? ഇങ്ങോട്ടല്ലേ ഓടണേ? ഒരു കേസ് കൂടെ പറയുന്നത് തിരിച്ചവിടെ പോയി കഴിഞ്ഞാൽ എടുക്കാൻ വരില്ല, തിരിച്ച് അതേപോലെ ഓഡിയോ നടന്നോ വരണം, അതും കൂടെ മനസ്സിലാക്കണം. സൂമിങ് നോക്കാം. പോരെ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ. അഭിത്ത് ഇങ്ങനെ നടക്കുമ്പോഴേ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കൂടെ എനിക്ക് എന്താ ഓർമ്മ വരുമെന്നറിയോ? അതെ മോഹൻലാലിന്റെ ഏത് സിനിമ കളിയാ? ഐലിഷ് എന്തോ, ഐലിഷ് അല്ലല്ലോ, മോഹൻലാൽ ഫുട്ബോൾ കളിക്കണവര്. മഹാസമുദ്രം ബാറി തട്ടി പറഞ്ഞ കണ്ടോ ഗൈസ്, ആ കപ്പിൾസിനെ കണ്ട് അസൂയപ്പെടുന്നുണ്ട് മെസ്സി മിഡാസ്. നിനക്കറിയാമോ എന്തോന്നറിയാം? ഐഫോൺ നമ്മൾ കടലിലറിയാം, അടുത്ത ഏത് കടലിൽ തീരത്താണ് പറഞ്ഞത് നോക്കാം. ഫൈൻ മൈ ഐഫോൺ ആണ്. എനിക്കിത് എന്താ ആൽക്കെന്ന് അറിയാമോ? ഇതാണ് ഗ്രീൻ ആൽക്ക്. ഇത്രയും നേരം കണ്ട മദാമ്മമാരെ പുറകെ നടക്കുകയായിരുന്നു ഞാനും അഭിജിത്തും കൂടെ. എന്തിനായിരുന്നു എന്നെ വിളിക്കണ്ട നീ. ഏതിന്? ഓ വരയ്ക്കാൻ. എന്നിട്ട് നമ്മളാണെങ്കിൽ ചെന്നിട്ട് ഒരു മദാമ്മയുടെ ചോദിച്ചു വരച്ചോട്ടെ എന്ന്. അവരിറങ്ങി അവർ ഇംഗ്ലീഷ് അല്ലേ അല്ലേ? അപ്പൊ അത് നടന്നില്ല. അപ്പൊ ഇനി നമുക്ക് വ്ളോഗിങ് എങ്കിലും മര്യാദയ്ക്ക് നടത്താല്ലേ? നടത്തണോ? എടാ ഇല്ലെങ്കിൽ ആ മദാമ്മയെ വരച്ചാലേ? Why should we hire you? ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യദീപനാളമാണ് ദൈവം, മാർഗമാണ് ദൈവം. പോയി. Hey Siri. Good morning. And good morning to you too. Where are you? നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ?
സോ ഗൈസ്, അപ്പൊ ഇപ്പൊ വരച്ച മതേച്ചിയെ എന്തോന്ന് മതാമ്മ ചേച്ചി തപ്പി കണ്ടുപിടിക്കാൻ പോവാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ അഭിജിത്ത് നിനക്ക് ഞാനൊരു വാങ്ങിച്ചു തരും. ഇല്ല, അത് പറഞ്ഞില്ല. എന്റെ തലയിൽ എന്തോ വീണടാ. ആണാ വീണ? ചമ്മിയല്ലേ? 300 വാങ്ങിക്കുന്നേ പ്രശ്നമില്ല, പക്ഷെ പൈസ തരണ്ടേ? കരഞ്ഞ് 2 പീസ് കൂടുതൽ കിട്ടി. നന്ദി. ഇപ്പൊ നമ്മള് ഇവിടെന്ന് അതുവരെ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഓടാൻ പോവാണ്. ഓടാം. നീ അവസാനം വന്നാലും അവിടെ ചെന്ന് കിടച്ചു നിൽക്കുന്നേ. How's the Josh? ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ അട്ടഹസിച്ച് അവൻ്റെ വീട്ടിലോട്ട് കയറി. ഇനി കാല് കഴുകിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റണില്ലടാ. എന്റെ ചന്തി ഒന്നും അവിടെ ഇല്ലാത്ത പോലെ നല്ല വേദന. കാറ്റ് സപ്ലൈ ചെയ്യാനാണ് ഈ പൈപ്പ്. ഇപ്പൊ നമ്മള് പുറത്ത് പോയി ഓടിയൊക്കെ ക്ഷീണിച്ച് വന്നിട്ട് ഇവന്റെ അമ്മ ഉണ്ടാക്കി തന്ന നല്ല ചൂടപ്പൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പൊ ഇവന് ഇവിടെ ഒരുത്തവന് സംഗീത സുധാ സന്ധ്യ. ഓടിച്ചത് അല്ലയാ മക്കളെ. അപ്പൊ നമ്മളിപ്പോ തോമസിന്റെ വീടിന്റെ ഇടവഴികളിലൂടെ അങ്ങനെ കിടിലായിരുന്നല്ലേ പറഞ്ഞു കയറിയത്. ചിക്കൻ മേടിക്കുന്നവരെ വാങ്ങാൻ വേണ്ടിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കോഴി. അപ്പൊ ഇത് തോമസിന് ആറാടിന്ന് കിട്ടിയ തൊപ്പിയാണ്. ഇത് തോമസിന് കറക്റ്റ് അല്ല. അപ്പം ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് ഇത് പെയിന്റ് ചെയ്യാന്ന് കരുതി. എന്താട്ടാ? അപ്പൊ നമ്മൾ അകത്ത് കയറിയപ്പോ ഇനി ഇവിടെ നിന്നൊരു ബ്രഷും ഇനി ഇതിൽ നിന്ന് 2 പെയിന്റും മേടിക്കാൻ പോവാണ്. നമുക്ക് കിട്ടേണ്ട സാധനങ്ങളെല്ലാം കിട്ടി. ഇതിപ്പം വർണ്ണ വഴിക്കാണ് ഈ ഒരു ഐഡിയ വന്നല്ലേ, ഇതില് പെയിന്റ് ചെയ്യാന്ന്. നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല ചിക്കന് ചൂട് പനിയുള്ള ചിക്കനാടാ. ഉണ്ടാക്കണതിൽ ആർക്കെങ്കിലും വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനല്ല, ഇത് ഇവനാണ്. ആത്മാർത്ഥമായിട്ട് നിന്ന് ചെയ്യണതാണ് അല്ലേടാ? ആണല്ലേ? അതിന്റെ കരള എവിടെടാ കോഴിയുടെ? അപ്പൊ നമ്മള് ഇപ്പം തൊമ്മിയുടെ ഈ തുപ്പി എന്ത് തൊമ്മിക്ക് RRDന്ന് കിട്ടിയ തൊപ്പിയാണ്. അപ്പം ഇതിനെ നമ്മൾ മാറ്റാന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്യാപ്പിന്റെ മുകളിൽ നിന്ന് RRDന്ന് എഴുതിയിരുന്നൊക്കെ എടുത്ത് മാറ്റി അഭിജിത്തും തോമസും കൂടെ പുറത്ത് ചിക്കൻ്റെ ബാക്കി സാധനങ്ങൾ മേടിക്കാൻ പോയിക്കുവാണ്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ബാക്കി ഞാൻ ഇത്ര നേരം ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു മോത്തിൻ്റെ ഒരു പടം വരയ്ക്കാമെന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പം അവർ പറഞ്ഞ നേരം കൊണ്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ആകെ 2 പെയിൻറ്റ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മേടിച്ചതാണല്ലോ. അപ്പോൾ ഒരു അക്രിലിക്കിൻ്റെ വൈറ്റും എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്കും എടുത്തിട്ടുണ്ട്. ഈ 2 പെയിൻറ്റ് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. പിന്നെ ഇവിടെ നിന്ന് 10 രൂപയ്ക്ക് ഒരു ബ്രഷും മേടിച്ചിട്ടുണ്ട്. ചിക്കൻ എങ്ങാനും ഫ്ലോപ്പായി അറിയാന്ന് പറഞ്ഞവരെ ഞാൻ വെട്ടണം അഭിതനെ വെട്ടണം. ഞാനല്ലോ നീയല്ലയോ? എന്തോടാ ഇത്? അപ്പൊ നമ്മളെ മാസങ്ങളോളമുള്ള പ്ലാനാണ് ഇന്ന് നടക്കാൻ പോണതല്ലേ. മാസങ്ങളോളം നമ്മൾ പറയണമല്ലോ, അറിയാൻ വരണം, ഇവിടെ ചെയ്യണം. പക്ഷെ ഇന്ന് നമുക്ക് ഈ വീട് കത്തിക്കണം. അതെങ്ങനെ കേൾക്കാം? ബാക്കിലോട്ട് ഒരിക്കലും അയ്യടി. ഓമം വേണം. അറുമാദിച്ചങ്ങ് ഒഴിക്കണല്ലേ. നീ കല്ല് കത്തിക്കാൻ നോക്കണം. കല്ല് കത്തി ഫയർഫോഴ്സിന്റെ നമ്പർ അടിച്ചിട്ടുണ്ട്. ഡയൽ ചെയ്ത് തന്നെ ഇട്ടേക്കണം. ആർക്കെന്ത് സമയം പച്ചലും കുത്തിയാതെ. മെസ്സിക്ക് ഭയങ്കര ബുദ്ധിയാണ് കേട്ടാ.
നമ്മള് പുതിയ മണ്ണെണ്ണ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. എടാ ഞാൻ വീട്ടിൽ പോലും ഇങ്ങനെ പണിയെടുക്കാറില്ല കണ്ട. ഇത് വീഡിയോ വരുമ്പോ നിന്റെ അമ്മ ചെരുപ്പൂരി അടിക്കും. ഓക്സിജൻ കൊടുത്താലും കത്തുള്ളൂ. ഇത് കൊണ്ടങ്ങനെ അത് വേണ്ട, അത് വലിയ എന്താണോ അല്ലെങ്കിൽ Hey butterfly, where are you? Here I am, here I am. Just number 1. One patram. ഇത്രയും നല്ല മസാല ഒരുക്കി തന്ന കുടുംബത്തിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എങ്ങനെയുണ്ട്? സെറ്റ് ആട്ടോ. നമ്മൾ വെച്ചോണ്ട് പറയണല്ല ചിക്കൻ. നമുക്ക് നല്ലൊരു ഭാവിയുണ്ട്. നാളെ തന്നെ ഷോപ്പിടാ അല്ലേ? ആന്റി പറയാ, ആന്റി എങ്ങനെയുണ്ട്? ഭംഗിയായിട്ട് തന്തൂരി ഉണ്ടാക്കുവാൻ സമീപിക്കുക അഭിജിത്ത്. ഗൈസ്, അങ്ങനെ നമ്മള് ഈ വീടിനെ നശിപ്പിച്ച് നാറാണത്തെ കല്ലെടുപ്പിച്ചിട്ട് എവിടെ അടുക്കളയിലെ നീ വൃത്തിയാക്കിയല്ലേ നമ്മള് പോവാണ്. അടുത്തെന്തോടാ അഭിത്തെ? നിങ്ങളുടെ വീട്ടിൽ വരണമെന്നാണെങ്കിൽ ഗൈസ്, അപ്പൊ ഇതാണ് വരച്ച സംഭവം. വലുതായിട്ടൊന്നുമില്ല, നമ്മള് വ്ളോഗ് വേറെ എടുക്കാൻ വന്നതാണ്, അതിന്റെ കൂടെ ഇത് കണ്ടപ്പോ ചെയ്തേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത തോമസിനും RRD തോമസ് വർഗീസിനും പിന്നെ അങ്കിളിനും ആന്റിക്കും. അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. ഇതിപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് ഞാൻ ലക്കിയാണ് ഇതുപോലെ ഈ ആൾക്കാരൊക്കെ അവന്റെ കൂടെ ഉള്ളതുകൊണ്ട് അവന് ഇവരെങ്ങനെ എത്തിക്കുന്നത്. മതി നേരത്തെ. ഇത് നമ്മുടെ സ്റ്റുപ്പിഡ് ബ്ലോഗ് പാർട്ട് 1 അല്ല, സീരീസിന്റെ ആദ്യത്തെ തുടക്കമാണ് സ്റ്റുപ്പിഡ് ബ്ലോഗ്. അപ്പൊ ഇനി ഇതുപോലെ വേറൊരു 2 സംഭവം കൂടെ എന്തുവാ സൈമൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലേ മച്ചി ഒരു ഹായ് പറയാണ്. അപ്പൊ നിങ്ങളുടെ ഞാൻ പുതിയൊരു ഫോൺ എടുത്തു, അതാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. ആൻഡ് താങ്ക്സ് ടു ഷംഷി, അവനാണ് എനിക്ക് ഈ ഫോൺ എടുക്കാൻ വേണ്ടി സഹായിച്ചത്. ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എനിക്ക് ഐഫോൺ അവൻ എടുത്തു തന്നത്. ഫോൺ ഹബ് എന്നാണ് അവന്റെ ഷോപ്പിന്റെ പേര്. നിങ്ങൾ അത് പോയി അല്ലേ അതെ. നിങ്ങൾക്കും ഇതുപോലുള്ള കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാം. അവരുടെ അടുത്ത് ഇതുപോലെ വീട് തുറന്നേരാൻ പറഞ്ഞാൽ മതി, ബാക്കി കൂട്ടുകാരന്മാർ ചെയ്തോളൂ. അപ്പൊ നിങ്ങള് നമ്മൾ സഹായിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ബെൽ ബട്ടൺ പോയി അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. So stay tuned, I'll be back with another super interesting video. Till then, it's Nasim Das and signing off. അപ്പൊ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്, വിചാരിച്ച പോലെയല്ലേ അല്ലേ ആന്റി? ആന്റി പറയാം. താങ്ക്സ് ടു അഭിജിത്ത്. അതെ താങ്ക്സ് ടു അഭിജിത്ത്. നമ്മളെ ആന്റി ഇടയിൽ ഒന്ന് ശല്യം ചെയ്യാതെ മാറുന്നുണ്ട്. കൂട്ടി തരണേ